നിൽക്കുന്ന മുത്താലിമ്യങ്ങളും സ്ഥലങ്ങളൊക്കെ കയറി ഫ്രണ്ടിലെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുമ്പോൾ അതൊരു ബോറാണ്. സദസ്സ് വൃത്തിയാക്കാന്നുള്ളത് നമ്മുടെ കടമയാണ്. കയറിയിരിക്കുക, എല്ലാവരും കയറിയിരിക്കുക. മുത്താലിമ്യങ്ങൾ പുറകിലിങ്ങനെ കയറിയിരിക്കുക. അപ്പോ നാം ഇവിടെ ഒരുമിച്ച് കൂടിയ മഹല്ല് നിവാസികൾ, മഹല്ലിന്റെ പരിപാലന സമിതി അംഗങ്ങൾ എല്ലാവരും ഉൾപ്പെട്ട സദസ്സായതുകൊണ്ട് ഈ ദർസിനെ ഇപ്രകാരം ഉയർത്തിയതിൽ മീൻ കച്ചവടക്കാരുടെ പങ്കുണ്ട്, മത്സ്യ ബിസിനസ്സുകാരുടെ പങ്കുണ്ട്, അങ്ങാടിയിൽ കച്ചവടം നടത്തുന്നവരുടെ പങ്കുണ്ട്, ഉദ്യോഗസ്ഥരുടെ പങ്കുണ്ട്, പ്രവാസികളുടെ പങ്കുണ്ട്, പലരുടെയും പങ്കുണ്ട്. ആ പങ്ക് ഇന്ന് ആനാരി മഹലിൽ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ വന്ന ഇത്രയും വർഷത്തിനിടയിൽ ഭൂരിപക്ഷവും ഇന്നിവിടെ ഇരിക്കുന്ന മുത്താലിമ്യങ്ങൾ പോലും വസ്ത്രം കഴുകുകയും പല്ല് തേക്കുകയും കുളിക്കുകയും ചെയ്യുന്നത് ഈ നാട്ടുകാരനായ ഒരു വ്യക്തിയുടെ ഉമ്മയുടെ പേരിൽ അദ്ദേഹം വാങ്ങിച്ചു നൽകുന്ന സോപ്പ് പൊടി കൊണ്ടുമാണ്, പേസ്റ്റ് കൊണ്ടുമാണ്. അദ്ദേഹത്തിന് വിഷമമാകുമെന്ന് കണ്ട് ഞാൻ ഒരിക്കൽ അദ്ദേഹത്തെ സമീപിച്ചത് പറഞ്ഞപ്പോൾ, വിഷമല്ല ഉസ്താദെ, വർക്കത്തുണ്ടാവാൻ വേണ്ടി ദ്വാരുന്നാൽ മതി, അദ്ദേഹം വലിയ ഇൽമുള്ള ആളൊന്ന്, അദ്ദേഹം പഴയ ഉദ്യോഗസ്ഥനായി, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി വിരമിച്ച് അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ജ്ഞാനങ്ങൾ കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹിച്ച് എപ്പോഴും ഖുർആൻ ക്ലാസ്സിനൊക്കെ വേണ്ടി എന്നോട് വന്നിങ്ങനെ ആവശ്യപ്പെടുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളെ സംബന്ധിച്ച് ഈ നാട്ടിൽ പല നിലയിലും അതിനെ സഹായിക്കുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ നാട്ടുകാരൻ അഹമ്മദ് മുസ്ലിയാരും ഞാനിവിടെ വന്നപ്പോ ഒരു കുട്ടിയെ കൊണ്ടുവന്നു വിട്ടു. ആ കുട്ടിയെ നമുക്ക് ദർസിൽ ഏറ്റെടുക്കാൻ പറ്റുന്നതല്ല, പക്ഷേ ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ മകള് മുഖേന വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി ഇവിടെ നിലവിലില്ല. ആ കുട്ടിക്ക് വേണ്ടി ഒത്തിരി ത്യാഗം ഇവിടെ ഇരിക്കുന്ന മുത്താലിമ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം ആ കുട്ടിയുടെ കാലിന്റെ ലിഗമെന്റ് പൊട്ടി, ബാത്റൂമിൽ പോവില്ല. ഈ കുട്ടിയെ എടുത്തുകൊണ്ട് താഴത്തേക്ക് ഇറങ്ങി അവനെ കൊണ്ടുപോയി ബാത്റൂമിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇരുത്തി കഴുകിച്ച് വൃത്തിയാക്കി കൊണ്ടുവന്ന മുത്താലിമ്യങ്ങൾ ഇപ്പൊ എന്റെ മുന്നിൽ ഇരിപ്പുണ്ട്. അങ്ങനെ ആ കുട്ടിയെ കുറെ കാലം വളർത്തി ലാസ്റ്റ് അതിന്റെ നിലപാട് ശരിയല്ലാതെ വന്നപ്പോ രക്ഷപ്പെടില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം തന്നെ ഇനി അങ്ങ് വിട്ടേക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് വിട്ടയച്ചു. അതിന്റെ പേരിൽ അദ്ദേഹത്തോട് ഒരു പരാതി പറഞ്ഞിട്ടില്ല. ഞാൻ ഈ പറഞ്ഞതിനർത്ഥം വിദ്യാർത്ഥികളെ ദർസിലേക്ക് എത്തിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യത കൂടി ഉണ്ട്. നിങ്ങൾക്ക് ആലിമാവാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു കുട്ടിയെ നിങ്ങൾ സംസാരിച്ച് നിങ്ങളുടെ സംസാരം കാരണമായി കൊണ്ടുവന്ന് ഈ ദർസിൽ വിട്ട് അവൻ നാളെ എന്നെ പോലെ എന്റെ മുതാലിമ്യങ്ങളെ പോലെ അതല്ലെങ്കിൽ മറ്റൊരു സുൽത്താനുൽ ഉലമയെ പോലെ ദീനിന് നേതൃത്വം നൽകുന്ന വ്യക്തിയായി മാറിക്കഴിഞ്ഞാൽ അവനക്ക് ആ ചെയ്യുന്ന വ്യക്തിയുടെ സർവകൂലിയും അഥവാ ഇന്ന് സുൽത്താനുൽ ഉലമ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനത്തിന്റെയും മിസ്ലു സവാബ് മഹാനായ അവേലം തങ്ങളുടെ ഖബറിലേക്ക് ചെന്നുകൊണ്ടിരിക്കുന്നു. സുൽത്താനുൽ ഉലമയെ വാപ്പ നഷ്ടപ്പെട്ടപ്പോൾ ഓതാൻ വിട്ടതും ആഴ്ചയിൽ സോപ്പും വസ്ത്രവുമായി ദർസിൽ ചെന്ന് സമീപിച്ച് നിനക്കെന്ത് ആവശ്യമുണ്ട് എന്ന് ചോദിച്ചു കൊടുത്ത് തങ്ങന്മാർ വളർത്തിക്കൊണ്ടുവന്നത് കൊണ്ടാണ് സുൽത്താനുൽ ഉലമ ഇങ്ങനെയായത്. അതിന്റെ അടിവേര് കിടക്കുന്നത് സയ്യിദന്മാരിലാണ്. അവേലത്ത് കുടുംബമാണ് സുൽത്താനുൽ ഉലമയെ വളർത്തിയത്. സുൽത്താനുൽ ഉലമ ചെയ്യുന്ന ഇന്ന് നിങ്ങൾ ഈ ആനാരിയിലുള്ള ആളുകൾ ചെയ്യുന്ന വയസ്സന്മാര്, ചെറുപ്പക്കാര്, കൊച്ചുകുട്ടികൾ ചെയ്യുന്ന എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ ഓരോ കർമ്മത്തിലും അവേലം തങ്ങളുടെ ഖബറിലേക്ക് അതിന്റെ ഒരു ഉപരിയെത്തുന്നില്ല. കാരണം ഈ സുൽത്താനുൽ ഉലമയെ കൊണ്ടുപോയി ദർസിലെത്തിച്ചതും പഠിപ്പിച്ചതും അവേലം തങ്ങളായിരുന്നു. എന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരും വർക്ക് ചെയ്ത് നിങ്ങളുടെ മക്കളെ കെട്ടിച്ചവിടത്തിൽ അല്ലാത്തവിടത്തിൽ ഒക്കെ ബന്ധപ്പെട്ട് നിങ്ങളുടെ സഹോദരിമാർ വിവാഹം ചെയ്ത് അയച്ചവിടത്തിൽ നിങ്ങൾ ഭാര്യമാരെ എടുത്തവിടത്തിൽ ഇങ്ങനെയൊക്കെ കുടുംബപരമായി ബന്ധപ്പെട്ട് ഒരു കുട്ടിയെങ്കിലും എത്തിക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം. തയ്യാറായില്ലെങ്കിൽ ദർസ് സംവിധാനം 11 വിദ്യാർത്ഥികളിൽ ഇന്നിവിടെ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥികളിൽ ഏതാണ്ട് 8ഓളം വിദ്യാർത്ഥികൾ കുറഞ്ഞ കാലം കൊണ്ട് കോളേജിൽ പോകാനായവരാണ്. വലിയ വിദ്യാർത്ഥികളാണ്. ഈ ദർസ് നിലനിൽക്കണമെങ്കിൽ വലിയൊരു വിങ് പുറകിൽ വരണം. വന്നില്ലെങ്കിൽ ദർസ് അവസാനിക്കും.
അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വിദ്യാർത്ഥികളുടെയോ എന്റെയോ മാത്രം കടപ്പാടായി കാണാതെ നിങ്ങൾ ഓരോരുത്തരും ആ വിഷയത്തിൽ ഭാഗവക്കാകണമെന്ന് അറിയിക്കുകയാണ്. കാരണം ഇപ്പൊ ഈ വെക്കേഷൻ ടൈമാണ്. ഓരോ വീടുകളിലും വലിയ വലിയ മാഷന്മാരും ഉദ്യോഗസ്ഥന്മാരും കയറിയിറങ്ങി കുട്ടികൾക്ക് വേണ്ടി പിരിവ് നടത്തുന്നുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ? ദർസിന് വേണ്ടി പിരിവ് നടത്തുമ്പോൾ മാത്രം മോശം, ദർസിന് കുട്ടികളെ പിരിക്കാൻ പോയാൽ മോശം. എന്നാൽ ഈ ഭൗതികത്തിന് പിരിക്കാൻ പോയിട്ടോ ആ സ്കൂളുകാർക്ക് കുറെ ലാഭം കിട്ടുമെന്നല്ലാതെ ഇവൻ ഭൗതികം പഠിച്ചവന്റെ സർട്ടിഫിക്കറ്റ് ആയിട്ട് ചെന്ന് നാളെ കവറിൽ ചെല്ലുമ്പോൾ ഞാൻ എഞ്ചിനീയർ ആണ്, എൻ്റെ കയ്യിൽ എൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാൻ അതിനകത്തൊക്കെ ബെനിഫിറ്റ് ആണ്, വേറൊരാളെ ഞാൻ ഡോക്ടറാണ്, എൻ്റെ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ചോദിക്കൂ, നീ ഡോക്ടറായിരുന്നു, നീ എഞ്ചിനീയർ ആയിരുന്നു, നീ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്യോഗസ്ഥനായിരുന്നു, നിന്റെ ഡിഗ്രി എന്താ, നിന്റെ ടൈറ്റിൽ എന്താ, നിനക്ക് PG ഉണ്ടോ, നീ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വക്കീലായിരുന്നോ, നീ IAS ഉദ്യോഗസ്ഥനാണോ, നീ മറ്റു പോലീസാണോ? ഇതൊന്നുമില്ല. പോലീസായ ലാസ്റ്റ് മരിച്ചു കഴിയുമ്പോൾ ഇവിടെ കൊടുത്തിട്ട് ആകാശത്തേക്ക് ഒരു വെടിയുണ്ടാവും, അത് കിട്ടും, 2 ചക്രവും കിട്ടും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടാന്നല്ലാതെ ഇതുകൊണ്ടൊന്നും നേടാനില്ല. അതിലേക്ക് കുട്ടികളെ സംഘടിപ്പിക്കാൻ വേണ്ടി ഈ ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ത്യാഗം വളരെ വലുതാണ്. ഓരോ വലിയ വലിയ സ്ഥാപനങ്ങളുടെ പ്രിൻസിപ്പൾമാരും ഓരോ വീടും കയറി എന്ത് ചെയ്യുന്നുണ്ട്, തെണ്ടി നടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട് കാഴ്ച. അതുകൊണ്ട് നിങ്ങൾ ഈ ദർസിലേക്ക് ഒരു കുട്ടിക്ക് വേണ്ടി നിങ്ങൾ ആരെങ്കിലും ഒരു വാക്കുകൊണ്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ആ വാക്ക് കാരണമായ ഒരു കുട്ടി ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തി ഏതൊരു കുട്ടിയെയും എത്തിക്കേണ്ടവിടത്ത് എത്തിക്കാൻ അള്ളാഹു നമുക്ക് പ്രാപ്തി തന്നിട്ടുണ്ട്. ആ പ്രാപ്തി ഉപയോഗിച്ച് നമ്മൾ പ്രവർത്തിക്കുക ചെയ്യും. അതാണ് ഇപ്പോൾ 2 വിദ്യാർത്ഥികളോട് ഒന്ന് പറഞ്ഞത്. കാരണം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പ്രത്യേക തിയറി അങ്ങനെയാണ്. ഓരോ കുട്ടികളുടെയും കഴിവനുസരിച്ച് ഇപ്പൊ ഇന്നിവിടെ പ്രവർത്തിക്കുന്ന സുഫിയാൻ, ഒരുപക്ഷെ ഞാൻ അദ്ദേഹത്തോട് ഇരുത്തിക്കൊണ്ട് ആ കുട്ടിയെ മദ്ഹ് ചെയ്യേ, ചില സമയത്തൊക്കെ അവൻ നന്നായിട്ട് കഴിഞ്ഞ് മിനിഞ്ഞാന്നും കൂടെ രാത്രി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ പല കാര്യങ്ങളിലും അയാൾ ആക്റ്റീവായി നിലനിൽക്കുന്നതിനോടൊപ്പം ചില സമയത്തൊക്കെ ചില വികൃതികൾ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. എന്നാൽ വേറെ അനാവശ്യ വികൃതികളൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു ഉച്ചത്തിൽ സംസാരിക്കും, അപ്പൊ നമുക്ക് ദേഷ്യം വരും. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നത്, ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നത് ചീത്ത പറയുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന് ചില കഴിവുകൾ ഉണ്ടായപ്പോൾ ആ കഴിവിന്റെ പേരിൽ അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും ഞാൻ വിട്ടുവീഴ്ച മനോഭാവത്തോടെ പെരുമാറുന്നതായിട്ട് ഇവിടെ പല വിദ്യാർത്ഥികൾക്കും അറിയാം. എന്തുകൊണ്ട് അവൻ നാളെ വളർന്നു വന്നാൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. സമൂഹത്തിന്റെ മുന്നിൽ ഈ മൈക്കിന്റെ മുമ്പിൽ അവൻ എണിച്ചു നിന്ന് ഇപ്പോൾ പ്രസംഗിക്കുകയാണെന്ന് നിങ്ങളോട് ലയിക്കുന്ന എല്ലാവരും അതോട് കേട്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ കഴിവ് നൽകപ്പെട്ടിട്ടുണ്ട്. അവന്റെ ഒരു വലിയ അധ്വാന ഫലമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇവ മുൻപ് വിദ്യാർത്ഥികൾ പറഞ്ഞില്ല, ഇതിവിടെ എത്തിക്കാൻ വേണ്ടി ഇവൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പ്രവർത്തനമാണ് ഇന്ന് ഈ നിലയിലെത്തിയത്. അപ്പൊ അങ്ങനെയൊക്കെ കഴിവുള്ള വിദ്യാർത്ഥികളെ അവരുടെ കഴിവിനനുസരിച്ച് വളരാൻ ഞാൻ തിരിച്ചുവിടുകയാണ്. നമ്മളെ ദർസിൽ പാടാൻ കഴിയുന്ന ഒരു വിദ്യാർത്ഥി ഉണ്ട്. ആ വിദ്യാർത്ഥിയെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങൾ ഇന്നാളുടെ കൊണ്ടുവന്ന മഹമ്മൂദിയെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നമ്പർ കൊടുത്ത് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ആ രംഗത്തേക്ക് നിങ്ങൾ കൊണ്ടുവരണമെന്ന് അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. അവർക്ക് വേദി ഒരുക്കി കൊടുക്കാൻ, അവൻ വളർന്നു വരാൻ. അദ്ദേഹം എന്നോട് അത്ഭുതത്തോടെ സംസാരിച്ചു. ഒരു മുദരിസും ഇത് പറയാറില്ലല്ലോ, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഓരോ കുട്ടിക്കുമുള്ള കഴിവും അവന്റെ വാസനയും അനുസരിച്ച് അവൻ വളർന്നു പോവുകയാണ് വേണ്ടത്. അല്ലാതെ വേറൊരു വാസനക്കാരനെ വിളിച്ച് ഇതിലേക്ക് വളർത്തിയാൽ അവൻ വളരില്ല, അവൻ ഈ രംഗത്ത് വളരില്ല. അതുകൊണ്ട് ഏത് കഴിവുള്ള കുട്ടിയെയും നിങ്ങളിവിടെ കൊണ്ടുവന്ന് തരൂ. ഇൻഷാ അല്ലാഹ് PG ഉൾപ്പെടെ അവനെ പഠിപ്പിച്ച് ഇവിടുന്ന് പുറത്തഴിക്കാൻ എനിക്ക് അല്ലാഹുവിന്റെ എല്ലാ കഴിവുകളും ഞാൻ പ്രയോഗിക്കും. ഭൗതികമായും പ്രയോഗിക്കും, ആത്മീയമായും പ്രയോഗിക്കും. അങ്ങനെ പ്രയോഗിച്ച് ആ കുട്ടിയെ വളർത്തിയെടുത്ത് നാളെ അവൻ ദീനിന്റെ സേവകനായി മാറിയാൽ, അതിനുവേണ്ടി നിങ്ങൾ ചെയ്തപ്പോൾ, അതിനുവേണ്ടി നിങ്ങൾ ഉപയോഗിച്ച നിങ്ങളുടെ ഊർജം, അതിനുവേണ്ടി നിങ്ങൾ ഉപയോഗിച്ച വാക്കുകൾ എല്ലാം നാളെ അല്ലാഹുവിന്റെ മുന്നിൽ ഇബാദത്തായി രേഖപ്പെടുത്തപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സഹായം കൂടി എനിക്ക് ആവശ്യമായിരിക്കുന്നു. ഇത് പറയുന്നത് കൊണ്ട് ആരെങ്കിലും തെറ്റിദ്ധരിച്ച് കാലാകാലം അവിടെ കെട്ടിക്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നൊന്നും അങ്ങനെയും കരുതരുത്. എൻ്റെ സ്വഭാവമൊക്കെ അങ്ങനെയൊക്കെയാണ്. ചെല്ലുന്ന ഏത് സ്ഥലത്തും ത്യാഗോജ്വലമായി പ്രവർത്തിക്കും. ആരെന്ത് പറഞ്ഞാലും ഞാൻ മൈൻഡ് ചെയ്യില്ല. കാരണം ഞാൻ സത്യസന്ധമാണെന്ന് തോന്നുന്ന കാര്യത്തിൽ റൂട്ടിൽ നേരെ പോകുന്ന ഒരാളാണ്. ഞാൻ പലരെയും എന്നെ ചീത്ത പറയുന്നവരെ കെട്ടിപ്പിടിക്കാറില്ല, അല്ലെങ്കിൽ എന്നോട് അതിനെക്കുറിച്ച് അനാവശ്യമായി സംസാരിച്ചവരെ സ്നേഹിക്കാറുണ്ട്. ഇതിനൊക്കെയും അർത്ഥം ഇത് ദീനാണ്. നിന്റെ ശത്രുവിനെ നീ എന്ത് ചെയ്യുന്നുണ്ട്? അവനോട് അവൻ ഇങ്ങോട്ട് പെരുമാറുന്ന
ശത്രുതയ്ക്ക് പകരം സ്നേഹം കൊണ്ട് അങ്ങോട്ട് പെരുമാറുക, എന്നാൽ അവൻ നിന്റെ ഉറ്റ സ്നേഹിതനായി മാറുമെന്ന് വിശുദ്ധ ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ഇവിടെ ആരെയും സ്നേഹിക്കുന്നത് കാലാകാലം ആരാരും ആരും തന്നെ കെട്ടിക്കെടുത്താനോ അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ ശൈഖുൽ ഉലമയാണെന്ന് പറയാനോ ഇതൊന്നുമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് നിങ്ങളോട് വ്യക്തമായി പറയുന്നതിന് കാരണം പലർക്കും അങ്ങനത്തെ നെയ്യത്തുണ്ടെങ്കിലും ഈ സെക്കൻഡിൽ പോലും അല്ലാഹു അങ്ങനെ ഒരു ആശയം എന്റെ കൽവിൽ ഇട്ട് തന്നിട്ടില്ല. ഈ ഇരിക്കുന്ന ശിഷ്യന്മാർ പലരോട് വരുമ്പോൾ എന്റെ ശിഷ്യനാണെന്ന് ഞാൻ നിങ്ങൾ ഒരാളോടും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ആരെയും കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അതൊരു മുസ്ലിയാർ അങ്ങനെ കരുണാപ്പള്ളിയിൽ നിന്ന് കാണാൻ വന്നെന്നാ പറയാറുള്ളത്. അല്ലാതെ ഇത് എന്നെ വന്നിട്ട് പോയത് എന്റെ ശിഷ്യനാണ്, മറ്റത് എന്റെ ശിഷ്യനാണ്, അങ്ങനത്തെ ആളാണ് ഇങ്ങനെയൊന്നും പറയാനില്ല. കാരണം എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ അങ്ങനെ ഒന്നും കരുതുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് എന്റെ ലാഭത്തിന് വേണ്ടി ഇത്രയും കാലമായി ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. ഒരു കാര്യത്തിൽ സമൂഹത്തിന്റെ ലാഭത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ നാട്ടിൽ വന്നിട്ടും 6 വർഷം നിങ്ങൾ കണ്ടിട്ടുമുണ്ട്. ഞാൻ എന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. അല്ലാതെ എനിക്ക് ഇതിന്റെ അധികാരം പിടിച്ചെടുക്കാനോ ഈ മഹലിലെ പരമാധികാരി ഞാനാണെന്ന് വരുത്തിത്തെടുക്കാനോ ഒരു പ്രവർത്തനത്തിൽ ഞാൻ അറിയില്ല. ഇറങ്ങുകയും ഞാനിവിടെ കക്കൂസിൽ പൈപ്പ് കെട്ടി കിടക്കണം, എൻ്റെ പൈപ്പ് ചിലപ്പോൾ ശരിയാക്കി തരും. അതൊക്കെ എൻ്റെ സ്വഭാവത്തിൽപ്പെട്ട. എവിടെയെങ്കിലും ചെന്നപ്പോൾ ഇന്നലെ ഞാൻ പൈപ്പിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ വെള്ളം അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ അവിടുത്തെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇട്ടിരുന്ന കുറച്ച് മെറ്റീരിയലൊക്കെ അവിടെ മാറ്റിയിട്ട് വെള്ളം അങ്ങോട്ട് ഒഴുകി പോയിട്ട് ഞാനതൊക്കെ ചെയ്യുന്നതാണ്. അതെനിക്കിവിടെ ആരെങ്കിലും കണ്ടിട്ട് ഞാൻ ഇവിടുത്തെ വലിയ ത്യാഗോച്ചര പ്രവർത്തകനാണ്, അതുകൊണ്ട് അവൻ വലിയ ആളാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡിൽ അത് തിരുത്തിയേക്കണം. എൻ്റെ പ്രവർത്തന ആ മേഖലയിലൊന്നുമല്ല. എനിക്കൊരു ക്രെഡിറ്റും ആവശ്യമില്ല. ഞാൻ ആരോടും ഒരു ബഹുമാനത്തിനും ആദരവിനൊന്നും ആവശ്യപ്പെടുന്ന വ്യക്തിയും അല്ല. ഇന്ന് വരെ 6 വർഷം പ്രസംഗിച്ചിട്ട് ഇന്ന് വരെ നിങ്ങളുടെ മുന്നിൽ ഏതെങ്കിലും കാര്യങ്ങൾ വിളമ്പി വെച്ച് ബഹുമാനം നേടിയെടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുമില്ല. പറയുകയാണെങ്കിൽ ഇതിനേക്കാൾ ചെറിയ കാര്യങ്ങൾ ഉണ്ടായപ്പോൾ വളരെ ബഹുമാനം നേടാൻ വേണ്ടി ജനമധ്യത്തിൽ അവതരിപ്പിച്ച ധാരാളം ആളുകളുമാണ്. അക്കൂട്ടത്തിനും കാണരുത്. ഇത് ഞാൻ പറഞ്ഞതിന് കാരണം നിങ്ങളോട് ഈ ദർസിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യുന്ന ത്യാഗം ആ ദർസ് ഇവിടെ ആവട്ടെ, അത് നിങ്ങളുടെ നാട്ടിൽ നിലനിൽക്കട്ടെ. ഇനി അതല്ല വേറെടുത്ത് നിലനിൽക്കട്ടെ. എന്റെ കയ്യിൽ ഒരു കുട്ടിയെ കിട്ടിയാൽ ആ കുട്ടിക്ക് വേണ്ടി ഇവിടെ നേരത്തെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലോ, മാലിക് എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ 4-6 മാസത്തോളം എന്റെ വീട്ടിൽ വെച്ച് ദർസ് നടത്തേണ്ടി വന്നത്. പക്ഷേ ആ ദർസ് ഞാൻ ലീവാക്കി പെരുന്നാളിന് വീട്ടിലേക്ക് അയച്ചിട്ട് തിരിച്ച് ദർസ് തുടങ്ങുന്ന സമയത്ത് ആ കുട്ടിയില്ല. ആ കുട്ടി അന്ന് പോയതാണ്, ഇന്ന് വരെ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് സാധിക്കും. ഒരു സ്ഥലത്തെ യോനി, അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ കാറാണ് ടാറ്റാ സുമോ. അതിങ്ങനെ ഇട്ടിരിക്കുക, ഡ്രൈവറെ ഇങ്ങനെ ഇട്ടിരിക്കുക, പ്രിൻസിപ്പളിന് എഴുതി വെച്ചിരിക്കുക. എങ്ങോട്ട് പോണോ ഒന്ന് ഫോണെന്ന് വിളിച്ചാൽ മതി, അപ്പോൾ കാർ എടുത്ത ആൾ അവിടെ വരികയാണ്. ടാറ്റാ സുമോയിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ സഞ്ചരിച്ചുകൊണ്ട് നടന്നാൽ മതി. എനിക്ക് ഞാൻ ഇന്ന കോളേജിന്റെ പ്രിൻസിപ്പൾ ആണെന്നുള്ളത് അതൊന്നല്ല ഉണ്ടായത്. ഈ കുട്ടിയെ പുറത്താക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ദർസ് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയെ പുറത്താക്കുന്ന പ്രശ്നമില്ല, ദർസ് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിറങ്ങിയാണ്. അതിനുവേണ്ടി ഇന്ന് നിങ്ങൾ നെട്ടൂര് ഹിമായ എന്ന് പറയുന്ന മസ്ജിദിൽ പാലാരിവട്ടത്ത് പാരഡൈസ് ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മഹബൂബിനെ വിളിച്ചു വരുത്തിയിട്ട് നീ ഒരു 5000 രൂപ എനിക്കിപ്പോ തരണം. എന്തിനെന്ന് ചോദിക്കാതെ 5000 രൂപ എടുത്ത് തന്നിട്ട് എന്നോട് ചെയ്യുന്നുണ്ട്, എനിക്ക് കടയിൽ ആളില്ല ഉസ്താദ്, ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞ് മഹബൂബിനെ വിളിച്ച് ചോദിച്ചു, എന്തിനായിരുന്നു ഉസ്താദ് 5000 രൂപ ചോദിച്ചത്? ഞാൻ എൻ്റെ കുട്ടികളെ കൊണ്ടുപോകാൻ വണ്ടി വിളിക്കാനായിരുന്നു. അപ്പൊ എന്താ ഉസ്താദ് എന്നോട് അത് പറയാതിരുന്നത്? എനിക്ക് വണ്ടി ഉണ്ടായിരുന്നല്ലോ, ഞാൻ വിട്ടുതരില്ലായിരുന്നു. കാശ് തരുന്നത് മാത്രമല്ല, വണ്ടി വിട്ടുതരില്ല. എനിക്ക് 6 വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്, ഏതെങ്കിലും ഒരു വണ്ടി വിട്ട് ഞാൻ കൊടുത്തില്ല. വേണ്ട, അതിന്റെ ആവശ്യമില്ല. ആ 5000 തിരിച്ചു കൊണ്ടുപോയി കൊടുത്തപ്പോൾ മഹബൂബ് എന്നോട് പറഞ്ഞൊരു വാചകമാണ്, ഉസ്താദെ ഇത് ഞാൻ തന്നത് ഉസ്താദ് തിരിച്ചു തരാനല്ല, ഞാൻ ഇത് ദീനിന് വേണ്ടി സദഖ ചെയ്ത, ഉസ്താദ് എനിക്ക് വേണ്ടി ദുആ ചെയ്താൽ മതി, ഞാൻ മേടിക്കില്ല. അങ്ങനെ ത്യാഗോജ്വലമായി ഈ ദർസ് വീട്ടിൽ കൊണ്ടുപോയി വെച്ചും ഞാൻ നടത്തിയത് അവിടെയും ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയൊന്നും. ഇന്നും എന്റെ നാട്ടിൽ അറിയപ്പെടുന്നത് വീട്ടിൽ വെച്ച് ദർസ് നടത്തിയ സഖാഫി ഉസ്താദ്. അന്നെന്റെ ഈ മുത്താലിമീങ്ങൾ തിന്നിട്ടുള്ള ഭക്ഷണം പിന്നീട് നിങ്ങളുടെ മഹല്ലുകളിൽ ഉൾപ്പെടെ വന്നിട്ട് ഒരിടത്തും തിന്നിട്ടില്ല. അവരന്ന് കഴിച്ച മാംസങ്ങളും മത്സ്യങ്ങളും പോലത്തെ ഒരു മത്സ്യവും, അവരന്ന് കഴിച്ചിട്ടുള്ള ചായയുടെ 3-4 കടി പോലത്തെ ഒരു കടി ഒരൊറ്റ വലിയ മഹല്ലിയൊന്നും കിട്ടിയിട്ടില്ല. ഒരു ത്യാഗം എനിക്ക് ഉണ്ടായിട്ടില്ല. എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു, ഈ 35 മുത്താലിമീങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുമ്പോൾ ഇവിടെ കിണറില്ല, വെള്ളമില്ല, ഒരു സൗകര്യങ്ങളുമില്ല, നിങ്ങൾ എന്താർത്ഥത്തിൽ ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, അസ്ഹാബുൽ ബദരീങ്ങളെ അവരെ വിളിക്കാൻ വേണ്ടി എന്റെ മശായിഹന്മാരെന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ബദരീങ്ങളെ അസ്മാ ഇറങ്ങിയിട്ട് ചൊല്ലിയിട്ടാണ് ഞാൻ ഇതിനിറങ്ങിയിട്ടുള്ളത്. ഒരൊറ്റ ദിവസത്തെ പിരിവ് കൊണ്ട് 3 മാസം ദർസ് നടക്കാനുള്ള അരിയും സാധനങ്ങളും ഇന്നും ജീവിച്ചിരിപ്പുണ്ട് കേരള ഷക്കീർ. അദ്ദേഹം
എന്നെ കണ്ട മാത്രയിൽ പറഞ്ഞത് ഒരു ഓട്ടോറിക്ഷ ഇങ്ങോട്ട് വിളിച്ച് എന്ന് അദ്ദേഹത്തിന്റെ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ച് പറഞ്ഞിട്ട് ആ ഓട്ടോറിക്ഷ നിറയെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കയറ്റാനാണ് പറഞ്ഞത്. കൊണ്ടുവന്ന് വീട്ടിലിറക്കി വൈകുന്നേരം മുത്താലിമ്യങ്ങൾ വരുമ്പോഴത്തേക്ക് ചെമ്പെടുത്ത് അടുപ്പത്ത് വെച്ച് വേവിക്കലങ്ങ് തുടങ്ങാണ് ഉണ്ടായത്. എനിക്കൊരു ത്യാഗം ഉണ്ടായിട്ടില്ല. അന്ന് സഹായിച്ച ആ നാട്ടിൽപ്പെട്ട മുസ്തഫ മുത്തു എന്ന് വിളിക്കുന്ന ഒരാളിവിടെ ഉണ്ട്. നവാസ് എന്ന അവന്റെ പേരെന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹം മുസ്ലിയാരായിട്ടില്ല, എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ നാട്ടിൽ കാവാടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ ഒരൊറ്റ വ്യക്തിയാണ് സഹായിച്ചത്. എന്നെ മുമ്പും പിമ്പും ഒന്നും പരിചയമില്ല. ചെന്ന് സംസാരിച്ചപ്പോൾ അന്ന് എന്നോടൊപ്പം വന്നത് ഇന്ന് വീണ് കിടക്കുന്ന എന്റെ മൂത്തളിയൻ. അദ്ദേഹം എന്ത് ചെയ്യുന്നു, എണീക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അരക്ക് കീബോർഡ് തളർന്ന് വല്ലാത്തൊരവസ്ഥയിൽ കഴിയാണ്. പടച്ചവനെ, നീ ആഫിയത്തോട് ആരോഗ്യം കൊടുക്കണേ അല്ല. വേദനകളെല്ലാം സഹിച്ചതിന് അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കണേ അല്ല. അദ്ദേഹത്തെ കൂട്ടിയാണ് പോയത്. ചെന്ന് കണ്ട മാത്രയിൽ അവിടെ ഇരുന്നു. ഒരു കരി ഞാൻ തന്നേക്കാം, 600 രൂപ ഞാൻ മാസസ്ഥാനം തന്നേക്കാം. ഇനി പോവാൻ ഇറങ്ങിയപ്പോ ഉസ്താദ് പോലെ ഇവിടെ ഇരിയെന്ന് പറഞ്ഞിട്ട് അയാൾ തന്നെയാണ് ഇയാളെ ഫോൺ വിളിച്ച് ബന്ധിച്ചത്. ആ നിലയിൽ പോരുന്ന സമയം ലാസ്റ്റ് ഈ കുട്ടികൾക്കറിയാം. അവിടെ വെച്ച് ഞാൻ പറയുന്നത്, ദീനിന്റെ നിറസിന് വേണ്ടി ത്യാഗം ചെയ്താൽ ലാസ്റ്റ് ഇവർ പോരുമ്പോ 9 ചാക്ക് അരി ബാക്കിയാണ് റമദാനിന് നിറസനയ്ക്ക്. ഏതാണ്ട് എന്റെ വീടിന്റെ ചുറ്റും പുറമൊക്കെ വിറകും നിറയാണ്. ഞാൻ ഈ മുത്താലിമികളോട് പറഞ്ഞു, എടാ കടയിൽ ഞാനവിടെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, ഈ അരി നിങ്ങളവിടെ കൊണ്ടുപോയി കൊടുക്കുന്നത് നിങ്ങൾക്കുള്ള അരിയാണ്. ഇതിന്റെ കാശിന് മേടിച്ചുകൊണ്ടുവന്ന് നിങ്ങൾ വീട്ടിൽ പോയി ഞാൻ വീതിച്ചു തരാം. അപ്പൊ അന്ന് വലിയ മുത്താലിമികൾ അവരെല്ലാം കൂടിയാലോചിച്ചിട്ട് പറഞ്ഞു, അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, അത് ഉസ്താദ് എന്താണെന്ന് വെച്ചാൽ ഉസ്താദ് ചെയ്യാൻ വേണ്ടി അനുമതി തന്നു. വാരി കൊടുക്കുകയായിരുന്നു. വാരി കൊടുത്ത് തീർത്തു. കാരണം തിന്നാൻ എന്റെ വീട്ടിൽ എന്റെ മകളും പറഞ്ഞൊരു കൊച്ചു കുഞ്ഞും എന്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ, ഞാനേ ഉള്ളൂ. ഞങ്ങൾ 3 പേരും തിന്നത് തീരില്ല, അവരുടെ കൊടുത്തു പോയുള്ളൂ. വാരി കൊടുത്ത് തീർത്തു. ഒരു ചാക്ക് അരി പോലും എന്റെ വീട്ടിൽ ഞാൻ വെച്ചില്ല. ലാസ്റ്റ് അരികളെല്ലാം വാരി തീർത്തതിന് ശേഷം വിറകുകളും പലർക്കും സംഭാവന ചെയ്തു. ഇതൊക്കെ എന്റെ അനുഭവമാണ്. ഞാൻ ഇന്നും എനിക്കൊരു പതർച്ചയുമില്ല. അതിവിടെ വന്നപ്പോൾ വായസാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കളിക്കൊന്നും നിൽക്കരുത്. എനിക്ക് അങ്ങനത്തെ പേടിയൊന്നും ഇല്ലാത്ത വ്യക്തി. എന്നെ നയിക്കുന്നവർ റബ്ബാണെന്നും ഞാൻ ആനാരിയിൽ മുദ്രസായിരിക്കണം തീരുമാനിച്ച റബ്ബാണെന്നും ഇവിടെ എന്നാണ് എന്നെ മുദ്രസാക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് റബ്ബാണെന്നും എല്ലാം ഉറച്ചു വിശ്വസിക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് എവിടെയെങ്കിലും കിടന്ന് കോലപ്പടക്കം പൊട്ടിച്ചെന്ന് പേടിപ്പിച്ചാൽ പേടിക്കുമെന്നും ആരും കരുതരുത്. അതൊന്നും ഉണ്ടാവില്ല. അതുണ്ടാകണമെങ്കിൽ സുൽത്താനുകളുടെ മറ്റുണ്ടാകണമായിരുന്നു. ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലേ? എല്ലാവർക്കും അറിയാലോ, സുൽത്താനുൽ ഉലമ 20 വർഷങ്ങൾക്ക് മുമ്പ് 89-ൽ സുൽത്താനുൽ ഉലമ എന്ത് പറഞ്ഞു, അവിടത്തേക്ക് തന്നെ ഇന്നത്തെ സാഹചര്യം എത്തി. സമസ്ത തല്ലിപ്പിരിഞ്ഞ് തരിപ്പണമായി മദ്രസകളൊക്കെ അങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ട് പിടിച്ച് ഇപ്പം ഇതൊന്നുമില്ലാത്തവരായി മാറി. അന്ന് ഇദ്ദേഹത്തെ ആട്ടിപ്പായച്ചു കല്ലെറിഞ്ഞവർ 10ഓളം പേരുടെ ജീവനെടുത്തവരൊക്കെയാണ് ഇന്ന് ഇവരെയും ആട്ടിപ്പായച്ചത്. സുൽത്താനുൽ ഉലമയുടെ നയം ശരിയായിരുന്നു. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞു അദ്ദേഹം പേടിച്ചു. എത്ര കല്ലെറിഞ്ഞു, എത്ര കൂക്കി വിളിച്ചു, എത്ര സ്ഥലത്ത് എന്ത് ചെയ്തു. അദ്ദേഹത്തിന് ചാണകം വാരി എറിഞ്ഞിട്ടുണ്ട്. കത്തിയും വടിവാളുമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു സംഘത്തിൽ ഒരു സമയത്തിൽ സെക്യൂരിറ്റിയായി പോയതിൽ ഒരു വ്യക്തി ഞാനുമാണ്. അണ്ടോണയിൽ 2 സൈഡും കത്തിയും കടാരയും കല്ലുമായി നിൽക്കുന്ന സമയത്ത് ഉസ്താദ് ചർമ്മത്തെ ടാറ്റാ സുമോ എന്ന് പറയുന്ന വാഹനത്തിനകത്ത് മലർന്നു കിടന്ന് അത് ഏറ്റുവാങ്ങാൻ തയ്യാറായ ഒരുത്തൻ ഞാനാണ്. പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അന്ന് അവിടെ പോയി സുൽത്താൻ ഉലമ 1.5 മണിക്കൂർ പ്രസംഗിച്ച് തീരുന്നത് വരെ അന്ന് ഒരു പ്രത്യേക വിങ്ങായി പ്രവർത്തിച്ച ഒരു കോഡ് ഭാഷ വരെ ഇന്നും എന്റെ ഡയറിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അഥവാ ഏതെങ്കിലും ഒരു നിലയിലുള്ള ഒരു ചെറിയ പ്രശ്നം സദസ്സിൽ പൊട്ടി എന്ന് കണ്ടാൽ ഉടൻ പറയേണ്ട വാക്ക് ഇന്നതാണ്. ഈ വാക്ക് കേട്ടാൽ സുൽത്താൻ ഉലമയെ നീക്കേണ്ട സ്ഥലം ഇന്നതാണ്. ഇന്ന സ്ഥലങ്ങളിലെല്ലാം അടി നടക്കും. അവിടത്തിന് ഇന്നവരൊക്കെ ഇന്നതുപോലെ പെരുമാറണമെന്ന അന്നേരം ഒരു പട്ടാള കമാൻഡറുടെ പ്രവർത്തനം ഞങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതിനും വേണ്ടി വന്നാൽ കഴിയും. അതും റബ്ബ് തന്ന കഴിവാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, നമ്മളുടെ ദർശനേക്ക് കുറച്ച് മുത്താലിമീങ്ങളെ കൊണ്ടുവന്ന് തന്ന് നിങ്ങളൊന്ന് സഹായിക്കണം. അതിന് ഈ നാട്ടിലെ നാടന്മാരായ ആളുകൾ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്ന് ചിന്തിക്കരുത്. നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുമായി ബന്ധപ്പെട്ടവരും പറയാം, ഇങ്ങനെയുണ്ട്. എന്ത് വിദ്യാഭ്യാസവും ഭൗതികവും പഠിക്കാം, ആത്മീയവും പഠിക്കാം. അതിനൊക്കെ ഉള്ള സൗകര്യം നമുക്കിവിടെ ചെയ്തു കൊടുക്കാം.
ഇനി എന്നോടൊരിക്കൽ എൻ്റെ ഒരു ശിഷ്യൻ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ കുറച്ച് കുട്ടികളെ കൊണ്ടുവന്ന അതെന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു PG വരെയുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ മഹല്ല് കമ്മിറ്റിയോ നാട്ടിലെ ജനങ്ങളോ തന്നില്ലെങ്കിലും ഇൻഷാ അല്ലാഹ് അധ്യാപകരെ വെച്ച് ഞാൻ പഠിപ്പിച്ചോളാം, അതിനൊക്കെ എനിക്ക് തരുന്നുണ്ട്. അവരെടുത്ത് കാശില്ലെങ്കിൽ അവർ പേടിക്കേണ്ട. ഇപ്പോഴും മഹല്ല് കമ്മിറ്റിയിലെ പ്രസിഡന്റോടൊക്കെ ചോദിച്ചു നോക്കും. അദ്ദേഹത്തോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കമ്മിറ്റിക്കാരും പറയാറുണ്ട്, നിങ്ങൾ ദർസിന്റെ കാര്യത്തിൽ സാമ്പത്തികമോ മറ്റൊന്നും നിങ്ങൾ പേടിക്കണ്ട, അതൊന്നും പേടിക്കാനൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് സുൽത്താൻ ഉലമ ഇതെല്ലാം നടത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചേക്കും. ഇൻഷാ അല്ലാഹ് അതൊക്കെ നടക്കും, നിമിഷങ്ങളെ കൊണ്ട് നടക്കാവുന്ന കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ശരിയായ രൂപത്തിൽ നിങ്ങളൊന്ന് ഈ ദർസിനെ സഹായിക്കണമെന്നാണ് അവസാനമായി എനിക്ക് പറയാനുള്ളത്. ഇതേപോലെ ഇപ്പൊ പലരും സഹായിച്ച് ഇത്രയും കുട്ടികൾ പലയിടത്തും സേവനം ചെയ്യുന്നുണ്ട്. ധാരാളം മഹല്ലുകളും ധാരാളം ആളുകളും നോക്കുന്നുണ്ട്. ഒരു മഹല്ലിൽ ഇപ്പൊ എൻ്റെ ഒരു ശിഷ്യൻ ചോറ് കൊണ്ടുവരുന്ന ഒരാളുണ്ട് അല്ലേ, 10 വർഷമായി അയാൾ അവിടെ കത്തീവായിട്ട് നിൽക്കുന്നു. ഇന്നുവരെ അയാളെ പെറ്റിട്ടില്ല. അയാൾ മുദ്രിസുമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം സ്വന്തമായി ആ നാട്ടിൽ എന്ത് ചെയ്യുന്നത് പോയി പിരിച്ചുകൊണ്ട് ഒരു മദർസ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ശിഷ്യന്മാരൊക്കെ ഇതിനകത്തിരിപ്പുണ്ട്. അവരൊക്കെ ഒരു കാലത്ത് എനിക്ക് വേണ്ടി ത്യാഗം ചെയ്തിട്ടുണ്ട്, ദർസിന് വേണ്ടി ത്യാഗം ചെയ്തിട്ടുണ്ട്. അവരെ ഒന്നും മറന്നിട്ടില്ല നമ്മൾ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്ത് നിങ്ങൾ ഒരു കുട്ടിയെ കിട്ടാൻ അത് കമ്മിറ്റിക്കാരായാലും ശ്രമിക്കണം, നാട്ടുകാരായാലും ശ്രമിക്കണം, എല്ലാവരോടും ശ്രമിക്കണം. എല്ലാവരും കൂടി കൂട്ടായി ശ്രമിക്കുമ്പോൾ ഞാനും ശ്രമിക്കും. ഞാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇവിടെ അദ്ദേഹം പറഞ്ഞില്ല, ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, ഫോൺ എടുത്താൽ അപ്പോൾ വിളിക്കുകയാണ്, കുട്ടികളെ വേണം. ഇതാണ് ഇവിടുത്തെ നിങ്ങളുടെ നാട്ടിലെ ഉസ്താദന്മാരെ കണ്ട ഉടനെ തന്നെ കുട്ടികളെ വേണം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അല്ല വേറെ ഒന്നും വേണമെന്ന് പറയുന്നില്ല, കുട്ടികളെ വേണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാപ്പം നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ബന്ധപ്പെട്ട് ഒരു കുട്ടിയെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അങ്ങനെ ഈ ദർസ് വലുതാക്കിയെടുക്കാൻ കഴിയും. വലുതാക്കിയെടുത്താൽ നമുക്കും നല്ലതാണ്, നമ്മുടെ നാടിന് നല്ലതാണ്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം 2 സക്കാഫികളെയും 4 മിസ്ബാഹികളെയും 6 വർഷം കൊണ്ട് 6 പേരെ ദീനിന് വേണ്ടി സംഭാവന ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഇനിയും പലരെയും സംഭാവന ചെയ്യാൻ അടുത്ത് നിൽക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സഹായം ഉണ്ടായേ പറ്റൂ. വിദ്യാർത്ഥികളില്ലാതെ എനിക്ക് ദർസ് നടത്താൻ കഴിയില്ല. ദർസ് നടത്തണമെങ്കിൽ അതിനുള്ള ഏറ്റവും മുഖ്യമായത് വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് നാട്ടുകാരുടെ സഹകരണം ആ വിഷയത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ദർസ് ഇവിടെ അഭിമാനമായി നിലനിൽക്കുകയാണ്. ഇതിനു മുമ്പ് ഞാൻ ഒരിക്കൽ എന്ത് ചെയ്തു, ഇവിടെ ആകെ അറിഞ്ഞത് 3ാമത്തെ ദർസാണ് നടത്തുന്നത്. അങ്ങനെ കാതിരിയായിട്ട് സംസാരിച്ചപ്പോഴാണ് കാതിരി പറയുന്നത് 3ാമത്തെ ദർസമൊന്നുമല്ല, ജപ്പാൻ മുസ്ലിയായിരുന്നു. എനിക്ക് പണ്ട് പൊന്നുണ്ടി ഉസ്താദ് പറഞ്ഞ് പരിചയപ്പെടുത്തി തന്ന ഒരാളുണ്ട്, അദ്ദേഹം വരെ ഇവിടെ ദർസ് നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ജപ്പാൻ മുസ്ലിം എന്ന് പറഞ്ഞാൽ ചെറിയ ആൾക്ക് ഭയങ്കര ആലിമ. പല കാര്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ തീരുമാനം ആധുനികമാണ്. അതുകൊണ്ട് അന്ന് പേരിട്ടതാണ് ജപ്പാൻ മുസ്ലിം എന്ന് അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. അദ്ദേഹവും ഇവിടെ ദർസ് നടത്തിയിരുന്നത് കാതിരി പറയുന്നു. അതിന് മുമ്പ് വേറെ പലരും നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. പഴയ പള്ളിയിലൂടെ ദർസ് ഒത്തിരി കാലം നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ നിന്നുപോയത് പള്ളി പൊളിച്ച കാലത്തിലാണ് എന്നും പറയുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ധാരാളം ആളുകൾ സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ഇമാമായി നിൽക്കുന്ന മുബാറക് മുസ്ലിയാർ പോലും അങ്ങനെയാണ്. ഞാൻ എന്നാൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇതേപോലെ കരുവാറ്റയിലിരിക്കുന്ന മുസ്ലിയാർ നിങ്ങളുടെ അടുത്ത് പഠിച്ചു പോയതാണ്. ഇതേപോലെ പുറക്കാട് പഴയങ്ങാടി പള്ളിയിലിരിക്കുന്ന അദ്വീപായിട്ടിരിക്കുന്ന ആൾ ഇവിടെ പഠിച്ചു പോയതാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചുരുക്കി ആഷിമയിൽ ഇന്നാളിവിടെ പെരുവിൽ വന്ന റഷീദ് മുസ്ലിയാരോ അദ്ദേഹവും ഇവിടെ പഠിച്ചതാണ്. ഇങ്ങനെ നിങ്ങളുടെ ദർസിൽ നിന്ന് നാട്ടിൽ നിന്ന് ധാരാളം ആലിമീങ്ങൾ ദീനിന് വേണ്ടി സംഭാവന ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് ഈ സഹായം കൂടി എല്ലാവരും ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. ഇൻഷാ അല്ലാഹ് ഇതിവിടെ സംഘടിപ്പിച്ചത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് ഏരിയ അന്വേഷിച്ച് നടന്നതാണ്. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല. പിന്നീട് ചോദിച്ചു, ഉസ്താദ് നിൽക്കുന്നിടത്ത് നടത്തുന്നതിന് അവരാർക്കും തടസ്സം ഉണ്ടാവും? ആർക്കും തടസ്സമൊന്നും ഉണ്ടാവില്ല. എന്തായാലും നിങ്ങൾ പോയി അവിടുത്തെ സെക്രട്ടറിയും പ്രസിഡന്റിനെ ഒക്കെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക. ഒരു കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. അല്ല നിങ്ങൾ ഇങ്ങോട്ട് വന്നോന്ന് ഞാൻ പറഞ്ഞില്ല. ഞാനിവിടുത്തെ കൊണാണ്ടറാണ്, നിങ്ങൾ പോരെ ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചെന്ന് പറഞ്ഞില്ല. പോയി സെക്രട്ടറിയും പ്രസിഡന്റിനെ അന്വേഷിച്ച് വന്നു. പ്രസിഡന്റിനെ കണ്ടു, സെക്രട്ടറിനെ കണ്ടു, അവരോട് വിഷയം അവതരിപ്പിച്ചു. ഒരു കമ്മിറ്റിയിൽ ചെയ്തു അവതരിപ്പിച്ചു. തീരുമാനമെടുത്തതിന് ശേഷമാണ് ഇതിവിടെ വെച്ചത്. അല്ലാതെ എന്തല്ല ഒറ്റയടിക്ക് ഞാൻ ഇവിടുത്തെ അധികാരിയാണെന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുന്ന വിദ്യാർത്ഥി സമ്മേളനവും വെച്ചില്ല. അതിന്റെ ലക്ഷ്യം വേറൊന്നും ആയിരുന്നില്ല. ഒരു ലക്ഷ്യമായിട്ട് പിന്നിലില്ല. വേറെ ഇവർ ഒരുമിച്ച് കൂട്ടിയ ലക്ഷ്യമുണ്ട്. അത് അവർ ഞാനോട് സംസാരിക്കും. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ലക്ഷ്യം നിങ്ങളോട് പറഞ്ഞ് നിങ്ങളുമായിട്ട് നടക്കുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് അവരായിട്ട് സംസാരിക്കാൻ തന്നെ. പക്ഷേ വേറെ അനാവശ്യമായ യാതൊരു ലക്ഷ്യങ്ങളും. അപ്പൊ അവരോട് ഒരുമിച്ച് കൊണ്ട് ആയിക്കോട്ടെ. ഈ നാട്ടുകാർ അതിനൊക്കെ സഹകരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഇവര് വന്നിട്ട് ഇത്രയും സഹകരണമുള്ള മനുഷ്യന്മാർ തെക്കൻ കേരളത്തിലുണ്ടോന്ന് അപ്പം കുട്ടികൾ
കാരണം അത് വടക്കൻ കേരളത്തിലാണ് ഉണ്ടാവുന്നത്. ഇങ്ങനെ ദർശനോടും ദർശൻ്റെ ഒരു സമ്മേളനം നടക്കുമ്പോൾ ഇത്രയും നാട്ടുകാരൊക്കെ വന്നിരുന്ന് സഹായിച്ചൊക്കെ വരുന്നത് വടക്കൻ കേരളത്തിലേ കാണാറുള്ളൂ. തെക്കൻ കേരളത്തിൽ ഇങ്ങനത്തെ സ്ഥലമുണ്ടോ? അപ്പൊ ആ നിലയിൽ നിങ്ങൾക്ക് പേരും പ്രശസ്തിയും. ഇനി എവിടെ പോയാലും ഇവരൊക്കെയും ദ്വാരക്കും ആനാരിക്കാർക്ക് വേണ്ടി. ഇതൊരു ഭാഗ്യമല്ലേ നിങ്ങൾക്ക്? ആരുടെ ദ്വായ സ്വീകരിക്കാതെ എങ്ങനെയാണ്? ആനാരിൽ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്കുണ്ടായ ആ സ്നേഹവും വായ്പകളും അവരെ പങ്കെടുക്കലും സഹായിക്കലും ഒക്കെ ചെയ്തു തന്ന ആളുകളെ നീ സഹായിക്കണേ അല്ലാ എന്ന ഈ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ ദ്വാരക്കുമ്പോൾ ഇത് 100 അല്ലേ? ഏതെങ്കിലും ഒരുത്തിന്റെ പ്രാർത്ഥന അവ സ്വീകരിച്ചാൽ നമ്മുടെ നാടിന്റെ മുതൽക്കൂട്ടല്ലേ അത്? ഇത് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് കരുതേണ്ടത്. അല്ലാഹു നമ്മൾ ഈ സംരംഭം വിജയിപ്പിക്കുമാറാകട്ടെ. ഇനിയും ഇതുപോലെ മറ്റൊന്ന് നമുക്ക് സംഘടിപ്പിക്കാൻ ഇതിനേക്കാൾ വിപുലമായി അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു വാർഷികം നടത്താനൊക്കെ തീരുമാനിച്ച് അവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, തൽക്കാലം ഇപ്പോൾ വാർഷികമൊന്നും നടത്തണ്ട, നിങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ വന്ന് സംഗമിക്കുക, അങ്ങനെ ഒരുമിച്ച് കൂടി പോവുക. ഇനി അങ്ങനെ ഒരു വാർഷികം നടത്തണമെന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് ഈ വർഷം അവസാനം കമ്മിറ്റിയൊക്കെ ആയി കൂടി ആലോചിച്ച് ഒരു ദർസ് വാർഷികം നടത്തും. അന്നേരം അതിലേക്ക് നോക്കിയിട്ട് നമുക്ക് അന്നേരം ആലോചിക്കാനെ കുറിച്ച് എന്നാണ് ഞാൻ ഇവരോട് പറഞ്ഞത്. അതനുസരിച്ചാണ് ഇവരെല്ലാം അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ തൽക്കാലം ഇവിടുന്ന് പിരിഞ്ഞതിന് ശേഷം വിദ്യാർത്ഥികളെല്ലാം അതുപോലെ ഇവിടെ ഉള്ളവരൊക്കെ പോയി ഭക്ഷണം കഴിച്ച് വിദ്യാർത്ഥികൾ തിരിച്ചു വരണം. അവരുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് 5 മണിക്ക് ഇത് നമ്മുടെ യോഗം അവസാനിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും നേരം ഇവിടെ ഇരുന്ന് സഹിക്കുകയും എല്ലാ പ്രയാസങ്ങളും സഹിച്ച് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹുവേ നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ദറസിനെ പടച്ചവനെ ഇതിലുള്ള ഏതെങ്കിലും ഒരു കൊച്ചു കുഞ്ഞിന്റെ ആമീന്റെ വർക്കത്തുണ്ടെങ്കിലും മുതാലിമീങ്ങളെ തന്നു എല്ലാ നിലയുള്ള പുരോഗതി കൊണ്ടും നീ പുരോഗമിപ്പിച്ചു തരണേ അല്ലാഹ്. ഒരിക്കലും മുടങ്ങിപ്പോകാതെ മുന്നോട്ട് നയിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനുള്ള കഴിവും ആർജവും നീ തരണേ അല്ലാഹ്. ഈമാനും തഖ്വയും തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഇതിനു വേണ്ടി ത്യാഗം ചെയ്ത ഒത്തിരി ആളുകളുണ്ട്. അവരെയൊക്കെ നിനക്കറിയാം. സാമ്പത്തിക സഹായം ചെയ്തവരുണ്ട്, ശാരീരിക സഹായം ചെയ്തവരുണ്ട്, പല നിലയിൽ കഷ്ടപ്പെട്ടവരുണ്ട്. ഇതോട് ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ഒറ്റ കൈയുമായി ഓടി നടന്ന എൻ്റെ ഒരു ശിഷ്യനുമുണ്ട്. അല്ലാഹുവേ അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. അവരെയെല്ലാം ഉയർത്തി ഉന്നതങ്ങളിൽ എത്തിച്ച് അവരെ കൊണ്ട് നീ ദീനിന് ധാരാളം ഹിദുമാത്തുകൾ ചെയ്യിപ്പിച്ച് അതിന്റെ ഫലങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും അനുഭവിക്കാൻ സാധുവായ എനിക്കും അതിനെന്നോടൊപ്പം കൂട്ടുനിന്ന ഈ മഹല്ലിലെ ജനങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാ നിലയിലും അല്ലാഹുവേ ഞങ്ങളെയും അവരെ ഇരുലോക വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇവിടെ നിന്ന് ഈ ദർസിംഗം നിലനിർത്താൻ ഇവരെ കാരണവന്മാരാണ് ഇവരെ പ്രാപ്തരാക്കിയത്. അവരൊക്കെ മരണമടഞ്ഞ് ഈ മസ്ജിദിന്റെ കാമ്പൗണ്ടിൽ പലയിടത്തും അടങ്ങി കിടപ്പുണ്ട്. അല്ലാഹുവേ ഇവിടെ ഈ സംസാരിച്ചതും ഈ പറഞ്ഞതുമായ എല്ലാത്തിന്റെ ഒരു മിസ്രു സവാബ് ആ കാരണവന്മാരുടെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവർ അർവാഹുകൾക്ക് സന്തോഷം നൽകണേ അല്ലാഹ്. ഈ ദർസ് കൊണ്ട് ഈ നാട്ടുകാരെ വിമർശിക്കുന്നതും അതൊക്കെ തന്നെയാണ് അല്ലാഹുവേ. ആ നിലയിൽ അവർക്ക് നീ ഭൗതികമായ എല്ലാവിധ ഗുണങ്ങളും നൽകുന്നതിനൊപ്പം അവർക്ക് മരണമടഞ്ഞവർക്ക് ഉഹ്റവിയായ സുഖം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ ദർസ് നിലനിർത്താൻ ഈ നാട്ടുകാർക്കും ഞങ്ങൾക്കും വേണ്ട എല്ലാ സഹായങ്ങളും അസ്ഹാബുൽ ബദരീങ്ങളുടെ ഹക്കുകൊണ്ട് നീ തന്നെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അടുത്ത ഉസ്താദിനെ കുറിച്ച് ഒരു 2 വാക്ക് പറയാൻ നമ്മുടെ തൃശ്ശൂർ പെരുമ്പലോട്ടൺ പള്ളി ഖത്തീബ് അബൂബക്കർ സാദി അതിനെക്കുറിച്ച് ക്ഷണിച്ചു കൊള്ളുന്നു. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നന്ദിയും കൂടെ പറഞ്ഞ് ഈ ഇരിക്കുന്ന എല്ലാവരും നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിച്ചിട്ടേ ഇവിടുന്ന് പോകാവുള്ളൂ ഇൻഷാ അല്ലാഹ്. വെറും ഒരു 5 മിനിറ്റ് കൊണ്ട് എല്ലാം കഴിയും. അതിനെക്കുറിച്ച് ക്ഷണിക്കും. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى فائزين برضا الله أما بعد. ഏറ്റവും അഭിവന്യരായ ശൈഖുന ഉസ്താദ് അവറുകൾ, മറ്റു മഹല്ല് പ്രസിഡന്റ്, സെക്രട്ടറി, ഈ മഹല്ലിലെ മുഴുവൻ പ്രവർത്തകർ, സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഗുരുവിന്റെ ചാരത്ത് ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സ്വർഗത്തിൽ അല്ലാഹു നമ്മളെയും
ഉസ്താദിനോടൊപ്പം അവിടുത്തെ മശായിഖ്മാരോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമുഖങ്ങൾ നീട്ടി പറയാതെ സമയം വളരെ കൂടുതലായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. ഉസ്താദിനെ കുറിച്ച് എനിക്ക് ധാരാളം പറയാനുണ്ട്. നേരത്തെ ഉസ്താദ് അവറുകൾ പറഞ്ഞു, ഞാൻ 99-ലാണ് ഉസ്താദിന്റെ അടുത്ത് വരുന്നത്. വരാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്, അത് ഇവിടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നില്ല. എന്റെ നാട്ടുകാരാകുന്ന 2 ശരീക്കന്മാരും 3 ശരീക്കന്മാരും ഇവിടെയുണ്ട്. അങ്ങനെ ഉസ്താദിന്റെ അടുത്ത് വരികയും മഹാനായ വരവൂര് മസ്താനുപ്പാപ്പ മന്ത്രിച്ച് ഉസ്താദിന്റെ അടുത്ത് എന്റെ ഉപ്പയും എന്റെ 2 ശരീക്കന്മാരുടെ പിതാവും ഏൽപ്പിച്ചതാണ്. നീണ്ട 7-8 വർഷത്തോളം ഉസ്താദിനടുത്ത് പഠിക്കുകയും വളരെ ത്യാഗം സഹിച്ച് തന്നെ ഉസ്താദ് എന്നെ, അതുപോലെ ആ കാലഘട്ടത്തിൽ പഠിച്ചിരുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് പ്രാപ്തി അനുസരിച്ച് വളർത്താനുള്ള ശ്രമം ഉസ്താദ് കഠിനമായി തന്നെ നടത്തിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം അതിവിടെ ഒരു ആവർത്തന വിരസതയുണ്ടാക്കും. ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ചത് ഉസ്താദിന്റെ ഒരുപാട് കാലത്തെ സാധ്യമായിരുന്നു. ഞാൻ ചെലവ് പാത്രമായി 100 കണക്കിന് വീടുകളിലേക്ക് കിലോമീറ്ററോളം അകലെ നടന്ന് വെയിലും മഴയും കൊണ്ട് വരുമ്പോൾ ഉസ്താദ് അകമഴിഞ്ഞ് എന്നെ നോക്കി ചിലപ്പോൾ ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാറുള്ളത് ഞാൻ ദിവസവും കാണാറുള്ള അനുഭവങ്ങളാണ്. ഇന്നും എന്നോട് ഉസ്താദ് വന്നപ്പോ പറഞ്ഞു, ഒരുപാട് സന്തോഷങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ 1-2 വിഷയങ്ങളും ഓർമ്മപ്പെടുത്തി. അൽഹംദുലില്ലാഹ്. അതിനുശേഷം ഞാൻ വേറൊരു ദർസിൽ പോയി അവിടെ പഠിക്കുകയും അവിടെ 2 വർഷമാണ് പഠിച്ചത്. അതിനുശേഷം കോളേജിൽ പോയി. കോളേജിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം രണ്ടാമത് പോയ ഉസ്താദിന്റെ അടുത്ത് അസിസ്റ്റന്റ് മുദരിസായി 2 വർഷം സേവനം ചെയ്ത് ഏകദേശം 12ഓളം മുതഅല്ലിമീങ്ങൾ കോളേജിൽ പോയി അഡ്വക്കറ്റുമാരായും ബാക്കവികളും സഖാഫികളും അഹ്സനിമാരുമായി ഇന്ന് സേവനം ചെയ്യുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ഞാൻ അവർക്ക് ഓതിക്കൊടുത്തുന്ന കിതാബുകൾ ഉസ്താദിന്റെ അടുത്തുനിന്ന് ഓതിയ കിതാബുകൾ മാത്രമാണ്. ഉസ്താദിന്റെ അടുത്തുനിന്ന് ഓതിയ കിതാബുകൾ അൽഫി വരെ ഫതഹുൽ മുഈൻ വരെ ഞാൻ ആ കുട്ടികൾക്ക് ഓതിക്കൊടുത്തത് ഉസ്താദിന്റെ അടുത്തുനിന്ന് കിട്ടിയതാണ്. ആ കുട്ടികൾ അവർക്ക് കൃത്യമായി ഉസ്താദ് പറയുന്ന ശൈലിയിലാണ് ആ സന്ദർഭങ്ങളിലെല്ലാം ഓതിക്കൊടുക്കാറുണ്ടായിരുന്നത്. അൽഹംദുലില്ലാഹ്. ഉസ്താദിന്റെ ശിഷ്യനായി വളരാനും അൽഹംദുലില്ലാഹ് ഇന്ന് വരെ ഒരു പ്രയാസങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇൽമി രംഗത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അതെല്ലാം ഉസ്താദിന്റെ പ്രാർത്ഥനയാണെന്നും ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഭാര്യയോട് പറഞ്ഞു, എന്നെയാക്കിയത് എന്റെ ഉസ്താദാകുന്ന സഖാഫി ഉസ്താദാണ്. അതുകൊണ്ട് ആ ഉസ്താദ് ഗുരു ശിഷ്യ ബന്ധം എന്നുള്ളത് അതിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ ഒരു പക്ഷേ ഞങ്ങൾ ഫോൺ ചെയ്യാറില്ല. എന്നിരുന്നാലും ഉസ്താദിന് വിഷമമുണ്ടാകും എന്ന് ബോധ്യമുണ്ടെങ്കിലും വിളിക്കാൻ ചില സമയത്ത് പേടിയായിരിക്കും. ചിലപ്പോ ചീത്ത പറയും. ഒരു ദിവസം പള്ളിക്കൽ ബസാറിൽ നിന്ന് ഒരു 1.5 കിലോമീറ്ററോളം അട്ടിപ്പാത്രവുമായി മഴയത്ത് പാടത്ത് കൂടെ വരമ്പത്ത് കൂടെ ഞാൻ ഒറ്റക്ക് വരുന്ന് ഭക്ഷണം കൊണ്ടുവരാൻ നേരം ഒഴുകിയപ്പോ ഉസ്താദ് ചീത്ത പറഞ്ഞു. അത് വല്ലാത്ത വിഷമമായി പോയി. പക്ഷെ ആ ചീത്ത പറഞ്ഞത് ഒരു തമാശക്കായിരുന്നു. പിന്നീടാണ് എന്നോട് ഉസ്താദെ വിളിച്ച് പറയുന്നത്. അപ്പൊ അങ്ങനെ
എന്റെ അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോ ആലിമീങ്ങളുടെയും വിജയത്തിന്റെ നിദാനം ഉസ്താദ് തന്നെയാണ്. അയ്യുഹൽ വലദ് എന്ന് പറയുന്ന ഇമാം ഔസാഖി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിന്റെ തുടക്കത്തിൽ ഒരു പദ്യമുണ്ട്. ആ പദ്യത്തിൽ പറയുന്ന 3 കാര്യങ്ങൾ ഒരു ഗുരുവിനെ പ്രയാസപ്പെടുത്തുകയോ ആ ഗുരുവുമായിട്ടുള്ള ബന്ധം നിർത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ അവൻ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. ഒന്നാമത്തത് സൂഉൽ ഖാത്തിമ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു ഗുരുവിന്റെ ആ ഗുരു എന്റെ ഗുരുവല്ല, ആ ഗുരുവിൽ നിന്ന് എനിക്കൊന്നും ലഭിച്ചിട്ടില്ല, ആ ഗുരുവുമായി ഞാനൊരു ബന്ധവുമില്ല എന്ന് പറയുന്ന ശിഷ്യന് സംഭവിക്കാൻ പോകുന്നത് മോശമായ അവസാനമാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. രണ്ടാമത്തെ വിഷയം, അവന്റെ റിസ്ക് അവനിൽ നിന്ന് നഷ്ടപ്പെടുന്നതാണ്. അവൻ എവിടെ പോയാലും ക്ലച്ച് പിടിക്കുകയില്ല. ഞാൻ പറയുന്ന വിഷയമല്ല, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു ഗുരുവിനെ നിസാരമാക്കിയാൽ അവന്റെ ഒന്നാമത്തെ വിഷയം അവന്റെ ആഖിബത്തിന് ക്ഷതം സംഭവിക്കുന്നതാണ്. രണ്ടാമത് ഇമാം ഗസാലി അവിടുത്തെ അയ്യുഹൽ വലദിൽ പറയുന്നു, അവന്റെ ഭക്ഷണത്തിൽ നിന്ന് ബറക്കത്തെടുത്ത് കളയുന്നു. അവൻ ഭൗതികമായ ജോലിക്ക് പോകുന്നു, അവൻ ഗൾഫിൽ പോകുന്നു, അവൻ മറ്റുള്ള വിഷയങ്ങളിൽ ഏർപ്പെടുന്നു, പക്ഷേ ഒരു വിഷയത്തിലും അവർക്ക് വിജയമില്ല. ആ കാരണം അന്വേഷിക്കേണ്ടത് നാം സ്വയം ചിന്തിക്കണം. ഇമാം ഗസാലി തങ്ങൾ അവിടുത്തെ ഹബീബായ മുത്തുനബി പറഞ്ഞ ഹദീസിലൂടെ പറയുന്നു, അത് അവന്റെ ഉസ്താദിനെ നിന്ദിച്ചത് കൊണ്ടാണ്, നിസാരവൽക്കരിച്ചത് കൊണ്ടാണ്. മൂന്നാമത്തെ വിഷയം, അവന്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടുന്നതാണ്. അവനക്ക് ഈ ലോകത്ത് നിന്ന്, ഈ ലോകത്തും പാരത്രികമായ ലോകത്തും അവനക്ക് വിജയിക്കാൻ സാധ്യമല്ല എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ഒരൊറ്റ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നേരത്തെ ശൈഖുൽ ഉസ്താദ് അവറുകൾ ഈ മഹല്ലുകാരോട് പറഞ്ഞു, ഒരു മുത്തഅല്ലിമിനെ സഹായിച്ചാൽ അവർക്ക് ലഭിക്കുന്ന ഫലമെന്താണ്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അആന ആലിമാ, ആരെങ്കിലും ഒരു ആലിമിനെ സഹായിച്ചാൽ, ആ മുത്തഅല്ലിമിനെ, ഒരു മുത്തഅല്ലിമിനെ സഹായിച്ചാൽ, ബിഖിർതാസിൻ ഔ ബിഖലമിൻ മക്സൂറ, ഒരു പേന കൊണ്ടോ, ഒരു ലെറ്റർ കൊടുത്തുകൊണ്ടോ, ഒരു ബുക്ക് കൊടുത്തുകൊണ്ടോ ഒരു മുത്തഅല്ലിമിനെയോ ആലിമിനെയോ സഹായിച്ചാൽ, ഫകഅന്നമാ ബനൽ കഅബത 70 മറ, 70 പ്രാവശ്യം കഅബ നിർമ്മിച്ചതിന് പ്രതിഫലമാണെന്ന് ലോകത്തെ പഠിച്ച മുഹമ്മദ് റസൂലുള്ളാഹി. ഈ നാട്ടുകാരെന്ത് ഭാഗ്യവാന്മാരാണ്! ഇവിടെ 6ഓളം വർഷം, അതല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളോളം ധാരാളം മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയും വേണ്ട എല്ലാ സുഭിക്ഷമായ എല്ലാ ജീവിതത്തിന്റെ വിവിധ മേഖലകളിലേക്ക് എത്താൻ വേണ്ടി ആശ്രാന്ത പരിശ്രമം നടത്തുകയോ ഭക്ഷണം കൊടുക്കുകയോ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത് ഉസ്താദുകൾ പറഞ്ഞു, ധാരാളം മഹല്ലുകൾ സേവനം ചെയ്യുന്ന ഒരുപാട് ഉസ്താദുമാർ ആലിമീങ്ങൾ ഈ മഹല്ലിൽ നിന്ന് വാർത്തെടുത്താൽ ആരാണോ അതിന് സഹായിച്ചത്, ആരാണോ അതിന് പ്രവർത്തിച്ചത്? ഹബീബായ മുത്തുനബി തങ്ങൾ പറയുന്നു, ഒരു പേന കൊണ്ട് സഹായിച്ചാൽ 70 മറ, 70 പ്രാവശ്യം കഅബ ഉണ്ടാക്കിയതിന് പ്രതിഫലമാണെന്ന് കളവ് പറയുന്നത് നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, മൻ അൻഫഖ ദിർഹമൻ അലാ താലിബിൽ ഇൽമി, ഒരു ഇൽമ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിയുടെ മേൽ ഒരു ദിർഹം ചെലവഴിച്ചാൽ, ഫകഅന്നമാ അൻഫഖ ജബലൻ മിനൽ ദഹബിൽ അഹ്മരി ഫീ സബീലില്ലാഹ്,
ഒരു ദിർഹമെങ്ങാനോ ഒരു 10 രൂപ ഒരു മുതഅല്ലിമിന് ചെലവഴിച്ചാൽ, ഒരു ആലിമിന് കൊടുത്താൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം ചെയ്ത് കൊടുത്താൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് ലോകത്തോട് പഠിപ്പിക്കുന്നു. നാളെ സ്വർഗീയമായ ലോകത്തേക്ക് എത്താനത് സബബാണ്. അതോടൊപ്പം സ്വർഗത്തിലെത്തിയാൽ സ്വതന്ത്രനായ സ്വർണത്തിന്റെ മണിമാളിക അവർക്ക് ലഭിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെ ഈ വർഷങ്ങളോളമായി ധാരാളം മുതഅല്ലിമീങ്ങൾ ഇവിടെ പഠിക്കുന്നു. ഉസ്താദ് അവറുകൾ അതിനെ പഠിപ്പിക്കുന്നു. ആ പഠിപ്പിച്ച് വലുതാക്കി ഒരുപാട് സേവന രംഗത്ത് ചെല്ലുമ്പോൾ അവിടെ വച്ച് ഓരോ അംഗത്തിലും ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീനാ വലിമശായിഖിനാ വലിഅസാതീരിനാ വലിമൻ ലഹു ഹഖ്ഖുൻ അലൈനാ വലിമൻ അത്അമനാ വലിമൻ അആനനാ. ഈ ദുആയിൽ ആരൊക്കെ ഉൾപ്പെടുന്നു? ആദ്യം ഉൾപ്പെടുന്നവന് മാതാപിതാക്കൾ ഉൾപ്പെടുന്നു, ഉസ്താദ് ഉൾപ്പെടുന്നു. ആരെല്ലാം ഭക്ഷണം കൊടുത്താണ് അവൻ വളർന്നത്, അവൻ ഈ രംഗത്തേക്ക് എത്താനുള്ള കാരണക്കാരനാണ് ആരാണ്? അത് ആ മഹല്ലിലെ മുഴുവൻ ആളുകളാണ്. ആ ആളുകൾക്ക് അണമുറയാതെ ആ പണ്ഡിതൻ മരിക്കുന്നത് വരെ എല്ലാ ദിവസവും 5 വഖ്ത് ദുആയിലോ ആ ഉസ്താദിന് വേണ്ടിയോ ആ സഹായിച്ചവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നിധിയെന്ന് അഇമ്മത്ത് രേഖപ്പെടുത്തുന്നു. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം വിഷയങ്ങൾ പറയുന്നിടത്ത് കാണാം. മൻ അൻഫഖ ദിർഹമൻ അലാ താലിബിൽ ഇൽമി അഅതഖല്ലാഹു മിനന്നാർ. സൂറത്തുൽ വാഖിഅയുടെ ഓരോ പരാമർശങ്ങളും വഅസ്ഹാബു ശിമാൽ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി തങ്ങൾ പറയുന്നു, ആരാണ് അസ്ഹാബു ശിമാൽ എന്ന്? അവളെ നരകത്തെ കുറിച്ച് ഭയാനകമായി രേഖപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങൾ ഇമാം റാസി തങ്ങൾ അവിടുത്തെ റാസിയിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ നാട്ടുകാരെ വലിയ അഭിമാനിക്കാൻ, അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് ഒരു മുതഅല്ലിമിനെ സഹായിച്ചു കഴിഞ്ഞാൽ ഒരു ദിർഹം കൊടുത്തു, ഒരു പിടി ഭക്ഷണം കൊടുത്തു, എന്തെങ്കിലും ഒരു വിഷയം കൊടുത്ത് അവനെ സഹായിച്ചാൽ അഅതഖല്ലാഹു മിനന്നാർ, നരകത്തിൽ നിന്ന് അവൻ മോചിതനാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒട്ടനവധി അനുഭൂതികൾ ലഭിക്കുന്ന ഒരു വലിയ രംഗമാണ് ഇൽമ് എന്നുള്ളത്. അതാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ. ഞാൻ മദീനയുടെ ഇൽമ് എന്നുള്ളത്, ഞാൻ മദീനയുടെ പട്ടണമാണെങ്കിൽ അതിലേക്കുള്ള കവാടം അത് അലി റളിയല്ലാഹു അൻഹു ആണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ധാരാളം അയിമത്ത് ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നാട്ടുകാരാകുന്ന കമ്മിറ്റിക്കാരാകുന്ന ആളുകളെല്ലാം ഈ നാട്ടിലെ ഓരോ മുഅ്മിനീങ്ങളും ഇതിനു വേണ്ടി സഹായിച്ചു എന്നറിയാം. ഇവിടെ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ, മഹാനവരുടെ നേതൃത്വത്തിൽ വലിയ ദർസ് നടക്കുന്നു. അതിലേക്ക് ധാരാളം കുട്ടികൾ, ഒരു കുട്ടി എങ്ങാനും ഒരു ഇൽമ പഠിച്ച് ആ ദർസിനെ ഒന്ന് ഇതിന്റെ ചുറ്റുഭാഗത്തുള്ള ഇന്ന് അകലം വഴിയിൽ നിന്ന് കുട്ടികൾ അപൂർവമാണ്. എന്നാൽ ഈ മഹല്ലിലെ 10 മഹല്ലുകൾ പ്രവേശിച്ച് നമ്മൾ ഔട്ട് ചെയ്യുകയും ഉസ്താദിന്റെ ദർസും എല്ലാ സൗകര്യങ്ങളും ഇവിടെ നമ്മളോട് ബന്ധപ്പെട്ട അക്കാലഘട്ടത്തിൽ പഠിച്ചിരുന്ന ആളുകളെല്ലാം IAS-നും അതുപോലെ തന്നെ അത്തരം വിദ്യാഭ്യാസപരമായ എല്ലാ ഉന്നതിയിലേക്കും ഉസ്താദ് അവറുകൾ അതിനെല്ലാം കൈപിടിച്ചേർത്താൻ പ്രാപ്തനാണ് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് ഉസ്താദിന്റെ ദർസിലേക്കും ഈ നാട്ടിലേക്കും ധാരാളം മുത്തഅല്ലിമീങ്ങൾ വന്നാൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം നരകമോചനമാണ്. അവന്റെ ആഖിബത്ത് നന്നാവാനുള്ള കാരണമാണ്. ഈ നാട്ടിൽ ബർക്കത്തുണ്ടാകാനുള്ള സബബാണെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഉസ്താദ് അവർക്ക് ധാരാളം കാലം ദർസ് നടത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഞങ്ങളുടെ സഹപ്രവർത്തകർ ആലിമീങ്ങളായവരുണ്ട്, മുത്തഅല്ലിമീങ്ങളായി നിലനിൽക്കുന്നവരുണ്ട്, ഞങ്ങളോടൊപ്പം പഠിച്ചിരുന്ന ആ രംഗത്തൊക്കെ പൂർണ്ണമായി എത്താത്തവരുണ്ട്. എന്നാലും അവരൊക്കെ ഉസ്താദിന്റെമായി എപ്പോഴും ബന്ധമുള്ള
ഗുണമുള്ളവരാണ്. ഖിയാമത്ത് നാൾ വരെ, മരണം വരെ ഉസ്താദിനെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംസാരവും ഞങ്ങളെ വായിലുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഉസ്താദിന്റെ മുന്നിൽ വെച്ച് ഞങ്ങൾ പൊരുത്തപ്പെടിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന്റെ ശിക്ഷണത്തിലായി ജീവിച്ച്, ഉസ്താദിന്റെ ഉപദേശത്തോടെ ജീവിച്ച്, അവിടുന്ന് മാറ്റിപത്ത് നിന്നായി മരിക്കുന്ന മുത്തഅല്ലിമീങ്ങളായി ഞങ്ങളെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്ക് അല്ലാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ, ബറക്കത്ത് നൽകുമാറാകട്ടെ. ഈ നാട്ടിലേക്ക് ധാരാളം പഠിതാക്കൾ മുത്തഅല്ലിമീങ്ങൾ വന്ന് പഠിച്ചുപോയി ഈ നാട്ടുകാരെ ഇൽമിന്റെ കേന്ദ്രമായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ടും മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ടും അവിടുത്തെ മശായിഖന്മാരുടെ ബറക്കത്ത് കൊണ്ടും തൗഫീഖ് ചെയ്ത് ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൻ നഈമിൽ മുത്തുനബിയോടൊപ്പം ഒരുമിച്ച് കൂടി അല്ലാഹുവിന്റെ ലിഖാ കാണുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ഉസ്താദിനെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ഉസ്താദുമാരെ മുഴുവൻ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയ, സ്നേഹിച്ചവർ, സഹായിച്ചവർ എല്ലാ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഈ ഖബർസ്ഥാൻ അന്വേഷണങ്ങളിലൊന്നും കൊള്ളുന്ന നൂറുകണക്കിന് ആളുകൾ, അവരെ എല്ലാവരെയും ഈ ഇൽമിന്റെ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് സ്വർഗ്ഗത്തിൽ നിന്റെ ലിഖാ കാണുന്ന മുഅ്മിനീങ്ങളായി ഉൾപ്പെടുത്തി ഞങ്ങളെ നീ മുത്തഖീങ്ങളായി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം. ശുക്രൻ ജസാകുമുല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്. അടുത്തായി നന്ദി പറയാൻ വേണ്ടി നൗഷാദ് സഖാഫിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആ നന്ദിയോടെ നമ്മുടെ മെയിൻ യോഗം അവസാനിക്കുകയാണ്. ഇനി ഗുരുവിൻ്റെ ചാരത്ത് കുട്ടികളും ഉസ്താദന്മാരും ഞങ്ങൾ മാത്രമായി ഇൻഷാ അല്ലാഹ് കുറച്ച് ആലോചന പരിപാടികളൊക്കെ ഉണ്ട്. അതിനു മുമ്പായി മുൻ സെക്രട്ടറി ഹാഷിം സാഹിബ് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും വെളിയിലേക്ക് കടന്ന് ഈ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഉസ്താദിന് മുൻ നിർത്തിക്കൊണ്ടൊരു ഫോട്ടോ എടുക്കണമെന്ന് ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് പോകാവൂ. എല്ലാവർക്കും നല്ല ബീഫ് ബിരിയാണി ഒരുക്കിയിട്ടുണ്ട്. അല്ലാഹു തആല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദിക്ക് വേണ്ടി ആദരപൂർവ്വം നൗഷാദ് സഖാഫി. ഒരുപാട് പ്രാസംഗന്മാർ ഇതിലിരിക്കുന്നുണ്ട്. സമയക്കുറവ് കൊണ്ട് മാത്രമാണ് അതിലേക്ക് കടക്കാത്തത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമയം 1:55. 2 മണിക്കൂർ ഇൻഷാ അല്ലാഹ് എൻ്റെ നന്ദി അവസാനിപ്പിക്കും. 2 മണിക്കൂറിൽ 5 മിനിറ്റ് ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ഹദറത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉസ്താദിനോടൊപ്പം സ്വർഗ്ഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടെ അല്ലാഹു തആല ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ ഉസ്താദായ ഒരു മുദ്രിസിന് വേണ്ടി ഉള്ള ഒരു ക്വാളിറ്റി ഒരു മുദ്രിസിന് ഉണ്ടാകേണ്ടത് എല്ലാ സമയത്തും ദർസ് നടത്തുക എന്നുള്ളതാണ്. അത് ഞങ്ങൾ ഉസ്താദായ ഇവിടെ ഇരിക്കുന്ന ആനാരി മഹലിന്റെ മുദ്രിസായ ഉസ്താദിനുണ്ട് എന്നുള്ള കാര്യം ആനാരിക്കാർക്ക് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഉസ്താദിന്റെ മുൻ കഴിഞ്ഞ എല്ലാ ജോലി സ്ഥലത്തും ഫാമിലിയുമായിട്ട് ആണ് ജീവിതം മുന്നോട്ട് പോയിട്ടുള്ളത്. തലയോലപ്പറമ്പിൽ വെച്ചിട്ട് ആ സമയത്താണ് ഉസ്താദ് ഫാമിലിയെ വീട്ടിൽ താമസിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ വ്യാഴാഴ്ച ദിവസം ആ 2 വർഷ കാലയളവിൽ ഹർത്താൽ വന്നിട്ടുണ്ടായിരുന്നു, ബന്ദ്. അപ്പൊ നമ്മള് മുത്താലിമാവ് സന്തോഷിക്കുന്ന ആളെന്ത് ചെയ്യാ, ഉസ്താദ് ഹർത്താലായതുകൊണ്ട് നേരത്തെ വീട്ടിൽ പോകുന്നു. പക്ഷെ ഉസ്താദ് അല്ല അവിടെ ചെയ്തത്. ആനാരിക്കാർക്ക് വേണ്ടി പറയാൻ നിങ്ങൾക്ക് കിട്ടി ഞങ്ങൾ ഉസ്താദായി മുദ്രിസ് ഒരു സമയം പാഴാക്കാറുണ്ട്. വ്യാഴാഴ്ച എടുക്കേണ്ട സഭയ്ക്ക് മൊത്തം ബുധനാഴ്ച രാത്രി ചുരുങ്ങിയത് 2 മണി വരെ എടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ ഉസ്താദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ വിഷയത്തിലും കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഞങ്ങൾ റേഞ്ച് മീറ്റിംഗിൽ ഒരു മനുഷ്യൻ ഹവൻ നഫ്സ് മുതൽ ഒരു മനുഷ്യനെ റളിയല്ലാഹു അൻഹു എന്നുള്ള പറയും. ഒരു മനുഷ്യനെ കുറിച്ച് റളിയല്ലാഹു അൻഹു വരെ പറയും ഹവൻ നഫ്സിന് മുന്നേ. അതിൻ്റെ ഇടയിൽ കുറെ മർത്തബകളുണ്ട്. ഈ വിഷയം റേഞ്ച് മീറ്റിംഗിൽ ചർച്ച ചെയ്തപ്പോൾ എൻ്റെ മഹത്വം പറയുകയല്ല, ഞാൻ ആ വിഷയം നന്നായി സംസാരിച്ച് കൈകാര്യം ചെയ്തു.
21ഓളം ഉസ്താദന്മാരുണ്ടായിരുന്നു. അവർക്കാർക്കും ഈ വിഷയത്തിൽ കഴിവില്ല എന്നല്ല, ഞാൻ പറഞ്ഞതുപോലെ പറയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എനിക്കത് കിട്ടിയത് ഉസ്താദിൽ നിന്നാണ്. അപ്പൊ ആനാരിക്കാരോട് പറയുന്നത്, നിങ്ങൾക്ക് മുദരിസായി കിട്ടിയ ഞങ്ങൾ ഉസ്താദ് എല്ലാ വിഷയത്തിലും കഴിവുള്ള വ്യക്തിയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കഴിവും ഇനിയും പുരോഗതി നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകം ദ്വാരക്കുകയാണ്. അവസാനമായിട്ട് പറയാനുള്ളത്, ഞങ്ങൾ ഏതൊരു വാപ്പക്കും സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സ്വന്തം വാപ്പ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് സ്വന്തം മകൻ അധ്വാനിച്ചു കൊണ്ടുവരുന്ന കാശ് ആ വാപ്പാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വാപ്പാക്ക് വളരെ സന്തോഷമുണ്ടാകും. ഞാൻ പറയുന്നത്, ഞാൻ വാപ്പ എന്ന് പറയുന്നത് വെറുതെ അല്ല. 98-ലാണ് ഉസ്താദ് കാര്യകുളം എന്ന് പറയുന്ന തൃശ്ശൂരിലെ എൻ്റെ നാട്ടിൽ വരുന്നത്. ഉസ്താദ് ഒരു റമദാന് മുമ്പ് എൻ്റെ വാപ്പ മരിക്കുന്നതിന് ഒരാഴ്ച മുന്നേ ഉസ്താദിനടുത്ത് പോയി വസിയത്ത് ചെയ്തു, എൻ്റെ മകനെ നിങ്ങൾ പഠിപ്പിച്ച് നന്നാക്കണം. ഈ വസിയത്ത് ഞാനോ എൻ്റെ വീട്ടുകാരും ആരും പറഞ്ഞിട്ടില്ല. ഉസ്താദ് പോവാൻ നേരത്തെ വീട്ടുകാരോട് പറഞ്ഞു, നിങ്ങളെ വാപ്പ മരിക്കാൻ നേരത്തെ ഒരു വസിയത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉസ്താദിന്റെ ആ പറഞ്ഞ കാലം എന്നെ ഓതാൻ വിടുകയും അങ്ങനെ അൽഹംദുലില്ലാ 10 വർഷം ഉസ്താദിനടുക്കൽ ഓതിപ്പിടിച്ചു. അൽഹംദുലില്ലാ. പറഞ്ഞു വരുന്ന കാര്യം, കല്ലൂരിൽ നിന്നാണ് ഉസ്താദ് ആദ്യം ദർസ് തുടങ്ങുന്നത്. കല്ലൂർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ SOSന്റെ 70ാം വാർഷികം ആമ്പല്ലൂർ എന്ന അവിടെ ദർസ് തുടങ്ങി. അതിനിടയിൽ ഒരു ഉസ്താദ് പറഞ്ഞു, ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ദർസ് നടത്തി. ഇപ്പോൾ നിൽക്കുന്ന ആനാരിയിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇൻഷാ അല്ലാഹ് ആനാരിക്കാർ പ്രത്യേകം ദുആ ചെയ്യണം. ഞങ്ങളെ വാപ്പയാവുന്ന ഉസ്താദിനെ ഞങ്ങൾക്കൊരു സ്ഥാപനം തുടങ്ങിയിട്ട് ഞങ്ങൾ പദ്ധതി ഇട്ടിട്ടുണ്ട്. അത് വിജയിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ദുആ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മ കൊടുക്കുകയാണ്. ഞങ്ങൾ ഉസ്താദിനെ, ഞങ്ങൾ വാപ്പയായ ഉസ്താദിനെ ഞങ്ങൾക്കൊരു സ്ഥാപനം തുടങ്ങിക്കൊണ്ട് അവിടെ വലിയൊരു മുദരിസായിട്ട് അസിസ്റ്റന്റ് മുദരിസിനെ വെച്ചുകൊണ്ട് നല്ല രൂപത്തിൽ ആ പദ്ധതി പൂർത്തീകരിക്കണം എന്ന് വളരെ ആഗ്രഹമുണ്ട്. നിങ്ങൾ എല്ലാവരും ആ പദ്ധതി വിജയിക്കാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആനാരിക്കാർ വിഷമിക്കണ്ട, ഞാൻ സ്ഥാപനം ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങോട്ട് പോവുക എന്നുള്ള പേടിയും അതും വേണ്ട, എല്ലാം അവിടെ നടക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ആ പദ്ധതി വിജയിക്കാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ആനാരിയുടെ മണ്ണ് പുളകിതമാകുകയാണ്. മാഷാ അല്ലാഹ്. നമ്മുടെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു. ആദ്യമായി ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, കൂടുതൽ പ്രസംഗത്തിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഈ വിഷയവുമായി ആദ്യമായിട്ട് ഞാനിവിടെ മഹല്ല് സെക്രട്ടറിയെയും പ്രസിഡന്റെയും സമീപിച്ചപ്പോൾ അവിടെ നിന്ന് പ്രസിഡന്റ് സാഹിബ് പറഞ്ഞ ഒരൊറ്റ വാക്ക്, ഞങ്ങളിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, എന്താണ് ഞങ്ങൾ ചെയ്തു തരേണ്ടതെന്നൊറ്റ ചോദ്യം. അന്ന് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, പൂർണ്ണ സഹകരണം മാത്രമാണ്. ആ ഒരു വാക്കിന്റെ പുറത്ത് ഇത്രയും ഭംഗിയായി ഇവിടെ പരിപാടി 35-36 കുട്ടികളോളം ഗൾഫിലുള്ള വരാൻ കഴിയാത്തവരുണ്ട്, അല്ലാത്തവരുണ്ട്, കട അടച്ചിട്ട് വരാൻ പറ്റാത്തവരുണ്ട്. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളിൽ 10-200 മുത്താലിമികൾ ഒരുമിച്ച് കൂടേണ്ട സ്ഥാനത്താണ് കുറച്ച് കുറവുള്ളവർ എന്ന് ഓർമ്മപ്പെടുത്തി സഹായിച്ച ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന നിങ്ങൾക്കൊക്കെ ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഭക്ഷണം കഴിച്ചിട്ടേ പിരിയാവൂ എന്നൊരൊറ്റ വാക്കും ഒന്ന് സലാത്തോട് നമുക്ക് വിട പറയാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ കണ്ട ഉസ്താദ് ഇതിനു മുമ്പൊരു മുദരിസിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. പള്ളിക്കൽ ബസാർ പള്ളിയിൽ വെച്ചും ഒരുപാട് അഭ്യസ്തവിദ്യരായ ടീച്ചർമാർക്ക് ളുഹർ മുതൽ 10 മണി മുതൽ ളുഹർ വരെ അഭ്യസ്തരായ ടീച്ചർമാർക്ക് ക്ലാസ് എടുത്തു കൊടുത്ത ഈ പരിപാടിയുമായി ഇവിടെ ഉദ്ഘാടകനായ ഹുസൈൻ ഖാനെ ഹുസൈൻ അസ്ലമി, ഞങ്ങൾ ഹുസൈൻ ഖാനെ വിളിക്കും. ഈ ഹുസൈൻ അസ്ലമിയെ ഞാൻ ആദ്യം വിളിച്ചപ്പോ ഹുസൈൻ അസ്ലമി പറഞ്ഞതാണ്, ഒരു ഫാറൂഖ് കോളേജിലെ ഒരു ലെക്ചർ, അന്ന് ഉസ്താദിന് ഏകദേശം 10-40 വയസ്സുണ്ടെങ്കിൽ 10-60 വയസ്സോളം പ്രായമുള്ള ഒരു ആള് മാഷി ഉസ്താദിന്റെ ജമുൽ ജവാമി എന്ന കിതാബും സഹീൽ ബുഖാരി ഓതിയിട്ടുണ്ട്. ആ സാറിനെ വിളിക്കണ്ടോ എന്ന് തമാശക്ക് ചോദിച്ചതാണ്. എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, ആ ഉസ്താദിന്റെ ഗാംഭീര്യമായ ശബ്ദവും
പ്രസംഗത്തിന്റെ വൈഭവം ഇന്ന് ആനാരിക്കാരെ അനുഭവിക്കുന്നത് പോലെ അല്ല. കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇടക്കാലത്ത് ഉസ്താദിന് ഉണ്ടാവുകയും ഈ പള്ളിക്കൽ ബസാർ വെച്ച് അതിന്റെ പേരിൽ ശബ്ദം ഒരു പ്രശ്നമാവുകയും ഒരുപാട് ചികിത്സകൾക്ക് ശേഷം ഇതേ രൂപത്തിൽ ആവുകയും ചെയ്തതാണ്. ആനാരിക്കാരെ കണ്ട ഒരു മുദരിസ് ഈ രൂപത്തിലുള്ള ഒരു മുദരിസ് അല്ല. ഒരുപാട് ഉസ്താദിനെ കുറിച്ച് പറയാനുണ്ട്, നല്ല പ്രസംഗങ്ങൾ കാഴ്ചവെക്കാറുണ്ട്. സമയക്കുറവ് മൂലം ഇൻഷാ അല്ലാഹ് ഒരിക്കൽ കൂടി ആനാരിയിലുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും ഒന്ന് എഴുന്നേറ്റേക്കുക. 3 സലാത്തോടു കൂടി ഇൻഷാ അല്ലാഹ് യോഗം പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പോകുന്നതിന് മുമ്പ് എല്ലാവരും പള്ളിയുടെ ഫ്രണ്ടിൽ ആ കാണുന്ന മുറ്റത്തൊന്ന് നിന്നാൽ നമ്മുടെ മുൻ പറഞ്ഞ ഹാഷിമൊക്കെ പറഞ്ഞതുപോലെ ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് പിരിയാം. ഇൻഷാ അല്ലാഹ്.